ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാതനാഥായ. ഓം നമോ ഭഗവതേ നാരായണായ. ഏവർക്കും നാരായണീയ മധുരം ആസ്വദിക്കാൻ ഒരിക്കൽ കൂടി സ്വാഗതം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യൽകൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. നാരായണീയത്തെ പറഞ്ഞിടുമ്പോൾ നാരായണാഖ്യനെ നമിച്ചിടുന്നു. നാരായണൻ വായുപുരത്തിലീശൻ നാവിൽ നിറഞ്ഞെന്നെ തുണച്ചിടേണേ. മോക്ഷക്കടൽ ഭാഗവതം പ്രസിദ്ധം മെല്ലെ കടഞ്ഞു നവനീതമഹോ ലഭിച്ചു. മന്നിൽ നരന്നു ഹരിഭക്തി ലഭിക്കുവാനായി മേൽപുത്തുരേക്ക് സദയം ശുഭ സ്തോത്രകാവ്യം. ഈ വിധമുള്ള സ്തോത്രകാവ്യമായ ശ്രീമന്നാരായണീയത്തെ നാരായണീയ മധുരമായി നാം ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് ശ്രീമന്നാരായണീയം 13-ാമത്തെ ദശകത്തിൽ ഹിരണ്യാക്ഷവധം എന്ന ആ ദശകത്തിൽ 5-ാമത്തെ ശ്ലോകമാണ് നമ്മൾ വിചാരം ചെയ്യുന്നത്. ആദ്യം ശ്ലോകം ചൊല്ലുകയും പിന്നീട് അതിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് കടക്കുകയും തുടർന്ന് വീണ്ടും ഒരിക്കൽ കൂടി മനനം എന്നുള്ള രീതിയിൽ ശ്ലോകം ഒരിക്കൽ കൂടി ചൊല്ലി പിന്നീട് ഭാഷാഗാനമായ ശ്രീഹരിയം വഞ്ചിപ്പാട്ടിൻ്റെ ഇണത്തിൽ പാടി നമുക്ക് സമർപ്പിക്കാം. ഗദോന്മർദ്ദേ തസ്മിം സ്തവ ഖലു ഗദായാം ദിദിഭുവോ ഗദാഘാതാൽ ഭൂമൗ ഝടിതി പതിതായാമഹഭോ. മൃദുസ്മേരാസ്യത്വം ധനുജകുല നിർമൂലനചണം മഹാചക്രം സ്മൃത്വാ കരഭുവി ദധാനോ രുരുചിഷേ. തസ്മിൻ ഗദോന്മർദ്ദേ തവ ഗദായാം ഖലു ദിദിഭുവഃ ഗദാഘാതാൽ ഝടിതി ഭൂമൗ പതിതായാം അഹഹ ഭോ മൃദുസ്മേരാസ്യാത്വം ധനുജകുല നിർമൂലനചണം മഹാചക്രം സ്മൃത്വാ കരഭുവി ദധാന രുരുചിഷേ എന്നാണ്. തസ്മിൻ ഗദോന്മർദ്ദേ
ആ ഗദായുദ്ധത്തിൽ നമ്മൾ നേരത്തെ കേട്ടത് അങ്ങനെയാണ്. ഹിരണ്യാക്ഷനും ഭഗവാനും തമ്മിൽ ഗദായുദ്ധം നടക്കുന്ന സമയത്ത് യുദ്ധം കാണാനായിട്ട് ദേവന്മാരൊക്കെ വന്നു. ഈ ദൈത്യനെ ഉടനെ തന്നെ നിഗ്രഹിക്കണേ എന്ന് ബ്രഹ്മാവ് ഗുരുവായൂരപ്പ അങ്ങയോട് പ്രാർത്ഥിച്ചു. പട്ടരിപ്പാട് പറയാണ്, അങ്ങനെയുള്ള ആ ഗദായുദ്ധത്തിൽ തവ ഗദായാം ഖലു ദിദിഭുവഃ ഗദാഘാതാൽ ഝടിതി ഭൂമൗ പതിതായാം. അങ്ങയുടെ ഗദ ആ ദൈത്യന്റെ ഗദ കൊണ്ടുള്ള അടിയേറ്റ് പെട്ടെന്ന് നിലത്തു വീണു പോയപ്പോ, ഇതെന്താണ്? ഭഗവാന്റെ ലീലയാണ്. അഹഹഭോ മൃദുസ്മേരാസ്യം, ആശ്ചര്യം. അഹഹ, അല്ലയോ ഗുരുവായൂരപ്പ ഭോ, അവിടുന്ന് പതുക്കെ ഒന്ന് പുഞ്ചിരിച്ചും കൊണ്ട്, മൃദുസ്മേരാസ്യ, മന്ദസ്മിതം തൂകിക്കൊണ്ട്, ധനുജ കുല നിർമൂലന ചണം, അസുരവർഗത്തെ മുച്ചൂടും മുടിക്കണം എന്ന് തീർച്ചപ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ അതിന് പേരെടുത്ത മഹാചക്രം സ്മൃത്വ, മഹത്തായ ചക്രത്തെ, ആ കാലചക്രം ഭഗവാന്റെ കയ്യിൽ സുദർശന ചക്രമായി മിന്നിത്തിളങ്ങുന്നു. ആ സുദർശന ചക്രത്തെ ധ്യാനിച്ചും കൊണ്ട്, സ്മൃത്വ അല്ലെങ്കിൽ തൻ്റെ കൈകളിലേക്ക് എത്തിച്ചിട്ട്, കരഭുവി ദധാനഹ, തൻ്റെ ആ തൃക്കൈയിലേന്തിക്കൊണ്ട് അവിടുന്ന് രുചിഷേ, അവിടുന്ന് മിന്നിത്തിളങ്ങി അവിടെ എന്നാണ്. അയ്യയ്യോ എന്നത് കാരണം അവിടുത്തെ കയ്യിൽ നിന്ന് ഗദ താഴേക്ക് വീഴുക. അഹഹ, അയ്യയ്യോ എന്നാണ് അതിൻ്റെ ഒരു അർത്ഥം നമുക്ക് പറയാൻ സാധിക്കുക. അപ്പോ പട്ടേരിപ്പാടിന്റെ സംഭ്രമത്തെ കാണിക്കുന്നു. മൃദുസ്മേരാസ്യ, ആസ്യം മുഖമാണ് അല്ലേ, പുഞ്ചിരി എന്നല്ലാതെ ആശ്ചര്യ സംഭ്രമ ഖേദാദി സ്തോഭങ്ങളിൽ ഒന്നുപോലും മുഖത്തുണ്ടായില്ല എന്ന്. കാരണം ഭഗവാന് ഇതൊക്കെ ഒരു വെറും ലീല മാത്രമാണ്. സ്മരണമാത്രയിൽ, യസ്യ സ്മരണമാത്രേണ, ഭഗവാൻ ഒന്ന് വിചാരിച്ചാൽ കൈകളിലേക്ക് കാലചക്രം എത്തും. സുദർശനത്തിന്റെ സ്വഭാവമാണത്. അപ്പോ ആ ധനുജകുലത്തെ മുച്ചൂടും മുടിപ്പിക്കാൻ, വേറെറുക്കാൻ പേരെടുത്ത നിർമൂലന ചണം, ആ ചക്രത്തെ ഭഗവാൻ മനസ്സിൽ ധ്യാനിച്ചു. ചക്രം ഭഗവാന്റെ കയ്യിലെത്തി. ആ ചക്രവുമായി സുദർശനധാരിയായി വരാഹമൂർത്തി മിന്നിത്തിളങ്ങുന്നു അവിടെ എന്നാണ്. ഇനി നമുക്ക് ഒരിക്കൽ കൂടി ആ ശ്ലോകം ചൊല്ലാം. അതിനുശേഷം ശ്രീഹരിയ ഭാഷാഗാനം. ഗദോന്മർദ്ദേ തസ്മിം സ്തവ ഖലു ഗദായാം ദിദിഭുവോ ഗദാഘാതാൽ ഭൂമൗ ഝടിതി പതിതായാമഹഭോ മൃദുസ്മേരാസ്യസ്ത്വം ധനുജകുല നിർമൂലന ചണം മഹാചക്രം സ്മൃത്വാ കരഭുവി ദധാനോ രുരുചിഷേ. നാരായണ 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 വരാഹമൂർത്തേ. ഗദായുദ്ധത്തിങ്കൽ തൻ്റെ അടിയേറ്റ സൂരന്റെ ഗദക്ഷണം നീലത്തേക്കു തെറിച്ചുപോയി. സുദർശനം കയ്യിലേന്തി നിന്നിടുന്ന തവ രൂപം സുദർശന ഭാഗ്യമേകി കാത്തുരക്ഷിക്കൂ. നാരായണ 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 രാധാ ഗോവിന്ദ. നാരായണ നാരായണ വരാഹമൂർത്തേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി
സമർപ്പയാമി. സർവത്ര നാരായണ നാമസങ്കീർത്തനം. നാരായണ നാരായണ.